അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിക്കുകയും ജനിച്ച നാടായ മക്കയിൽ വെച്ച് തന്നെ സർവ്വലോകങ്ങളിലേക്കുമുള്ള പ്രവാചകരായി നിയോഗിക്കപ്പെടുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ഹബീബിന് പക്ഷേ അവിടുന്ന് ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മദീന എന്ന് പറയുന്ന അന്നത്തെ യസ്രിബ് ഒരു വീടൊരുക്കി കാത്തിരിക്കുകയായിരുന്നു നബിയെ. അവിടുന്ന് ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് മദീനയിലൂടെ സഞ്ചരിക്കുകയും ആ മദീനയെ തകർക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന വേദ പണ്ഡിതന്മാരിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് അവസാന നാളിൽ വരാനിരിക്കുന്ന പ്രവാചകരുടെ ഹിജ്റ കേന്ദ്രമാണ് അദ്ദേഹം വന്നെത്തുന്നത് ഈ നാട്ടിലേക്കാണെന്നും ഈ നാടിനെ തകർക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയുകയില്ലെന്നും ആ നബിയുടെ അവസാന പ്രവാചകരുടെ നാടായി മാറുന്ന പ്രദേശമാണ് ഈ യസ്രിബ് എന്ന് അന്നത്തെ വേദ പുരോഹിതന്മാരിൽ നിന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു തന്നെ ഒരു വീടൊരുക്കി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം നബിയെ. തൻ്റെ കൂടെയുണ്ടായിരുന്ന ഏതാനും പണ്ഡിതന്മാരെ അദ്ദേഹം മദീനയിൽ താമസിപ്പിക്കുകയും അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ കാലത്ത് ആ നബി വരികയാണെങ്കിൽ ആ നബിയെ എൻ്റെ ഈ കത്തേൽപ്പിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങളുടെ കാലത്ത് വരുന്നില്ലെങ്കിൽ നിങ്ങളത് കൈമാറണം, നിങ്ങളുടെ മക്കൾ കൈമാറണം, പരമ്പരാഗതമായി കൈമാറി ആരുടെ കാലത്താണോ വരുന്നതെങ്കിൽ അന്ന് ആ നബിക്ക് ഈ കത്ത് നിങ്ങൾ നൽകണമെന്നും ആ നബിക്ക് വേണ്ടിയുണ്ടാക്കുന്ന വീടാണിത് എന്നും പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ മദീന ഒരു വീടൊരുക്കി കാത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ. ആ മദീനയിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെ ആ തീരുമാനം അള്ളാഹു നടപ്പിലാക്കുകയാണ്. പക്ഷെ ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിന് അറിയില്ലായിരുന്നു. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾ, പല നാടുകളിൽ നിന്നും ഹജ്ജിന് വന്ന് മക്കയിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ആ മൗസിമിലേക്ക്, ഹജ്ജിന്റെ സീസണിൽ കച്ചവട സംഘത്തിലേക്ക്, ആ കച്ചവട മാർക്കറ്റിലേക്ക് ചെന്നുകൊണ്ട് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നത് ഒരു കൊച്ചു സൈന്യത്തെ, 6 പേരെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അവരോട് ചോദിച്ചു, മന്നന്തും, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഖസ്റജ് ഗോത്രക്കാരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, തജ്ലിസൂന മഈ ഉകല്ലിമുക്കും, ഒരൽപ്പനേരം എൻ്റെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കാമോ? നിങ്ങൾക്ക് അവസരമുണ്ടോ? അവർ പറഞ്ഞു, ബല, മന്നന്ത, സംസാരിക്കാം, പക്ഷെ ആരാണു നിങ്ങൾ? ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മുശ്രിക്കുകളിൽ നിന്നൊക്കെ മാറി ആരും കാണാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത്. മക്കയിലെ ജംറത്തുൽ അഖബയുടെ ചാരത്തായിരുന്നു ഈ 6 പേരും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ഇരുന്നത്. ആരംഭ നബി തങ്ങൾ അവരോട് സംസാരിക്കുന്നു. ആരംഭ നബി ആരാണെന്ന വിവരം പറയുന്നു. ഏകയിലാഹായ അള്ളാഹുവിനെ കുറിച്ചുള്ള പരമസത്യങ്ങൾ അറിയിക്കുന്നു. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിശ്വാസത്തിന്റെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ അവരെ അറിയിക്കുന്നു. ദീനിന്റെ പല കാര്യങ്ങളും ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ മൗലികമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ ഇപ്പോൾ മക്കയിൽ നിലകൊള്ളുന്ന അവസ്ഥയും അവരെ അറിയിച്ചു. പ്രയാസത്തിലാണ്, പക്ഷേ എനിക്കെൻ്റെ ഈ ദീന് പ്രചരിപ്പിക്കണം, അള്ളാഹുവിൻ്റെ ഈ സത്യദീൻ ജനങ്ങൾ ആ സകലത്തിലേക്കും എത്തിക്കണം, എല്ലാവരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അതിന് വഴിയൊരുക്കണം, അതിനെനിക്ക് അവസരം വേണം. നിങ്ങൾ നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടുമോ എന്നാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കട്ടെ, ഇവിടെ പ്രയാസമാണെന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് വന്നിരുന്ന ഖസ്റജ് ഗോത്രക്കാരായ ആളുകൾ മദീനയുടെ അവസ്ഥ വിവരിക്കുകയാണ്. മദീനയുടെ അവസ്ഥ അവർ പറയുകയാണ്. മദീനത്ത് ഞങ്ങൾ 2 വിഭാഗമാണ്, ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രക്കാർ. അവർ തമ്മിലുള്ള ഗോത്രത്തിന്റെ പേരുള്ള വഴക്കുകളും പ്രയാസങ്ങളും സംഘട്ടനങ്ങളും യുദ്ധങ്ങളും നടക്കുന്ന വിവരം അവർ പറയുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ട് സംസാരിക്കട്ടെ, സംസാരിച്ചതിന്റെ ശേഷം അടുത്ത വർഷം ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരാം. മൗഇദുകുമുൽ ആമുൽ ഖാബിൽ, അടുത്ത വർഷം ഞങ്ങൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പറയാമെന്നാണ് അവർ സംസാരിക്കുന്നത്.
ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ കാര്യം അവരോട് പറയുമ്പോൾ തന്നെ അവർ 6 പേരാ ഉണ്ടായിരുന്നത്. ഈ 6 പേരും അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം കേട്ടപാടെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മറ്റൊരു കാര്യം കൂടി അവരുടെ മനസ്സിലേക്ക് ആ സമയത്ത് ഓർമ്മ വരികയാ. അവര് പറയുന്നു, ഇത് നമ്മളോട് ജൂതന്മാർ പറയുന്ന ആ നബി തന്നെയാണല്ലോ, നമ്മളോട് ദൂതന്മാർ പറഞ്ഞ നബിയാൻ. ബാദിറു ഇലത്തിബായി, ഈ നബിയെ പിൻപറ്റാൻ നമുക്ക് വളരെ പെട്ടെന്ന് പിൻപറ്റണം. ലാ തസ്ബിഖുനൽ യഹൂദ്, നമ്മളുടെ മുമ്പ് ജൂതന്മാർ ഈ നബിയെ സ്വീകരിക്കരുത്, ഈ നബിയുടെ ആളായി മാറരുത് എന്നവർ പറയുന്നത് മദീനയിൽ വെച്ചുകൊണ്ട് മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുമായി പല സംഘടനത്തിലും പല പ്രശ്നങ്ങളിലും അവർ ഏർപ്പെടുന്ന സമയത്ത് ജൂതന്മാർ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു അവരോട്, മദീനത്തെ മുശ്രിക്കുകളോട്, ഔസ് ഖസ്റജ് വിഭാഗത്തോട്, ബിംബത്തെ ആരാധിച്ച് കഴിയുന്നവരോട് അവർ പറയാറുണ്ടായിരുന്നത്, നിങ്ങളോട് ഞങ്ങളെ യുദ്ധം ചെയ്യും. അവസാന നാളിൽ അള്ളാഹു കൊണ്ടുവരാനിരിക്കുന്ന ഒരു നബിയുടെ കാലം അടുത്തെത്തിയിരിക്കുന്നു. ആ നബി വന്നു കഴിഞ്ഞാൽ ആ നബിയോടൊപ്പം ഞങ്ങൾ കൂടിയിട്ട് കത്തല ഇറമിം വആദ്, ആദ് ഇറമു ഗോത്രക്കാരോട് പണ്ട് യുദ്ധം ചെയ്തിരുന്നത് പോലെ, അവരെ നശിപ്പിച്ചിരുന്നത് പോലെ ആ നബിയോടൊപ്പം കൂടിയിട്ട് നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ആ ജൂതന്മാർ അന്ന് പറഞ്ഞ നബിയാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവരോട് അള്ളാഹുവിന്റെ റസൂലിനെ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നത് അവർ ഔസ് ഖസ്റജ് എന്ന ഗോത്രത്തിന്റെ വിവരങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്. ഒരർത്ഥത്തിൽ ഒരു പിതാമഹനിൽ നിന്ന് തന്നെ ഉയർ കൊണ്ടുവന്നിരുന്ന 2 വിഭാഗമായിരുന്നു അവർ, ഔസ് ഖസ്റജ് എന്ന് പറയുന്നത്. ഗോത്ര പ്രശ്നത്തിന്റെ പേരിൽ പിന്നീട് പല സംഘടനകളായി പല യുദ്ധങ്ങളിലായി വർഷങ്ങളായി അവർ അതേ രീതിയിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അവരുമായി സംസാരിച്ചതിന് ശേഷം അടുത്ത വർഷം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6 പേരും മദീനയിലേക്ക് മടങ്ങിയത്. പലരും ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നു, പലരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അടുത്ത വർഷം അവർ വരുമ്പോൾ 12 ആളുകളുമായാണ് വരുന്നത്. ഹജ്ജിന് വേണ്ടി വരുന്ന മുശ്രിക്കുകൾ ധാരാളമുണ്ടെങ്കിലും അവരോടൊപ്പം കൂടിയിട്ട് 12 വിശ്വാസികളുമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇവർ കടന്നു വരികയാണ്, മക്കയിലേക്ക്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുമായി സംസാരിക്കുകയാണ്. അവരോടും പറയുന്നു, രാത്രി വരണം നമുക്ക് സംസാരിക്കാൻ. അവരോടും സംസാരിക്കുന്നത് അക്കബയുടെ ചാരത്ത് വെച്ചാണ്. 12 പേരോടും സംസാരിക്കുന്നു. അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. നബിയുടെ കൈപിടിച്ചവർ ബൈഅത്ത് ചെയ്യുകയാണ്. ഒരിക്കലും ഇനി ഞങ്ങളിൽ ശിർക്കിന്റെ വിശ്വാസം ഉണ്ടാവുകയില്ല, ഞങ്ങൾ ആരുടെയും മുതൽ കക്കുകയില്ല, വ്യഭിചാരമെന്ന മഹാപാപം ഇനി ഞങ്ങൾ ചെയ്യുകയില്ല, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കൊല്ലുകയില്ല. ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് മക്കളെ കൊല്ലുന്ന കാലമായിരുന്നത്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ കൊല്ലുകയില്ല, ഞങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കി ഒരിക്കലും പറയുകയില്ല, സത്യം മാത്രമേ പറയൂ, വ്യഭിചരിക്കുകയില്ല, കളവ് പറയില്ല, കളവ് നടത്തുകയില്ല, മോഷണം നടത്തുകയില്ല, സത്യവാന്മാരായി ഏകയിലാഹായ അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിച്ച് ഞങ്ങൾ ജീവിക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചവർ ഉടമ്പടി ചെയ്യുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഉടമ്പടിയും കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞവർ മദീനയിലേക്ക് തന്നെ മടങ്ങി പോവുകയാ. അവർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാൻ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും അയക്കാമോ എന്നാണ്. മുസ്അബ് ബിൻ ഉമൈർ എന്നവരെയും ഇബ്നു ഉമ്മി മക്തൂം എന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം മുസ്അബ് ബിൻ ഉമൈർ എന്നവർ അതിന്റെ മുമ്പ് തന്നെ 6 പേര് കഴിഞ്ഞ വർഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവർ മദീനയിലേക്ക് പോയതിനു ശേഷം അവർ എഴുതി അയച്ചത് പ്രകാരം മുസ്അബ് ബിൻ ഉമൈർ തങ്ങളെ മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ അയച്ചിട്ടുണ്ടെന്നാണ്. എങ്ങനെയാണെങ്കിലും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയിട്ട് അദ്ദേഹം കൂടുന്നത് അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്നയാളുടെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസം. അദ്ദേഹത്തിനോടൊപ്പമാണ് ഇദ്ദേഹം കഴിയുന്നത്. അദ്ദേഹത്തിനോടൊപ്പം കൂടിയിട്ട് ഇസ്ലാമിക പ്രചരണം നടത്തുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഔസ് ഖസ്റജ് എന്ന 2 വിഭാഗം 2 ഗോത്രമായി തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ 2 വിഭാഗത്തിനും വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച മുസ്അബ് ബിൻ ഉമൈറാൻ ഇമാമായി നമസ്കരിക്കുന്നത്. ആദ്യമായി മദീനയിൽ വെച്ച് ജുമുഅ ആരംഭിച്ചതും ആ ജുമുഅക്ക് നേതൃത്വം നൽകിയതും അതിന് ഇമാമായും ഖതീബുമായി ആ ജുമുഅ നിർവഹിച്ചിരുന്നത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അസ്അദ് ബിൻ സുറാറ എന്നവരുടെ നേതൃത്വത്തിലാണത്. അദ്ദേഹമാണ് ഇതിന് മുൻകൈയെടുത്തത്. അദ്ദേഹത്തിന്റെ എല്ലാ സഹായത്തോടുകൂടെയുമായിരുന്നു മദീനയിൽ ജുമുഅ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അസ്അദ് ബിൻ സുറാറയാണ് ജുമുഅ മദീനയിൽ ആദ്യമായി നടത്തിയത് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയതു പ്രകാരം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ജുമുഅക്ക് ഇമാമായി നേതൃത്വം നൽകിയിരുന്നത്. അവിടെ വെച്ച് ഇസ്ലാം വ്യാപിക്കുകയാണ്.
ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഗോത്ര തലവന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഉസൈദ് ബിൻ ഹുലൈർ, സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന രണ്ടു മഹാ നേതാക്കന്മാർ, ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രത്തിന്റെ രണ്ടു നേതാക്കന്മാർ, അവരുടെ കാതിലും സംസാരം എത്തുകയാണ്. മദീനയിലെത്തിയ ഈ പുതിയ മതത്തിന്റെ വിവരം അവർ പറയുന്നു. അവരൊരുമിച്ച് കൂടിയിട്ട് പറയുന്നു, ഗോത്രത്തിന്റെ നേതാക്കന്മാരാണ്. ആ രണ്ടുപേരും പറഞ്ഞാൽ ഗോത്രം മുഴുവനും അംഗീകരിക്കും, ആരും അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. ആ ഗോത്രങ്ങൾ സമ്മേളിച്ചുകൊണ്ട് ഉസൈദ് ബിൻ ഹുലൈർ എന്നയാളെ ഇദ്ദേഹം പറഞ്ഞയക്കുകയാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുസ്അബിന്റെ അരികിലേക്ക് അവരുടെ മതം അവസാനിപ്പിക്കാൻ പറയാം, പുതിയ മതത്തിന്റെ പ്രചരണം അവസാനിപ്പിക്കാൻ പറയാനാ പറഞ്ഞയക്കുന്നത്. ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു ചെന്ന് അവരോട് സംസാരിക്കുമ്പോ, ശകാരിക്കുമ്പോ അവര് പറയുന്നത്, മുസ്അബ് ബിൻ ഉമൈർ പറയുന്നത്, ഒന്ന് ഇവിടെ ഇരിക്കൂ സഹോദര, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, നിങ്ങളൊന്ന് കേൾക്കൂ, ഞങ്ങൾ പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം എന്നായിരുന്നു പറഞ്ഞത്. അൻസഫ്ത, നിങ്ങൾ നല്ല മാന്യന്മാരാണ്, നീതിപൂർവമായ നിങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറുകുന്തം അവിടെ കുത്തിവെച്ചുകൊണ്ട് ഇദ്ദേഹം അവരുടെ സദസ്സിലിരിക്കുകയാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ വിവരങ്ങൾ അറിയിച്ചു. വിശുദ്ധ ഖുർആനിലെ ഏതാണ്ട് വരികളും അദ്ദേഹത്തിന്റെ മുമ്പിൽ പാരായണം ചെയ്തു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുഖമാകെ മാറുകയാണ്. മനസ്സിലേക്ക് ഈമാൻ കടന്നു വരികയാണ്. രണ്ടുപേരും ഇത് മനസ്സിലാക്കുകയാ, വല്ലാത്ത സംസാരമാണല്ലോ ഇത്, അല്ലാത്ത മതമാണല്ലോ ഇത്, ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മുന്തിയതാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ മതത്തിലേക്ക് പ്രവേശിക്കാൻ, ഈ മതം സ്വീകരിക്കാൻ, ഈ മതത്തിന്റെ ആളായി മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്യാർ? അവര് പറഞ്ഞു, നിങ്ങളൊന്ന് കുളിച്ചു വൃത്തിയായി വരൂ. കുളിച്ചു വൃത്തിയായി വന്ന് അദ്ദേഹത്തിന് കരിമ ചൊല്ലിക്കൊടുക്കുകയാണ്. അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടാ മടങ്ങിപ്പോകുന്നത്. ഈ രണ്ടുപേരുടെയും അരികിലേക്ക് വന്നുകൊണ്ട് മതത്തിന്റെ പ്രചരണം അവസാനിപ്പിക്കാൻ, അവരെ നാട്ടിൽ നിന്ന് നാടുകടത്താൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു ഉസൈദ് ബിൻ ഹുലൈർ എന്നയാളെ സഅദ് ബിൻ ഉബാദയും അവരുടെ ആളുകളും. അദ്ദേഹം ഉസൈദ് ബിൻ ഹുലൈർ അവരുടെ സദസ്സിലേക്ക് ചെല്ലുമ്പോ സഅദ് ബിൻ ഉബാദ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നത്, ഇവിടെ നിന്ന് പോയ ഉസൈദ് അല്ലല്ലോ വരുന്നത്, ആ മുഖമല്ല കാണുന്നത്, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചു, ഞാൻ അവരെ ശകാരിച്ചു, അവരോട് മടങ്ങിപ്പോവാൻ പറഞ്ഞു, പക്ഷെ അവർ പോകുന്നില്ലെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തെ ദേഷ്യം പിടിച്ച് സഅദ് ബിൻ ഉബാദയെയും അവരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സഅദ് ബിൻ ഉബാദ ബുദ്ധിമാനാണ്. അദ്ദേഹം അവിടെ എത്തിയാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷ മുസ്അബ് ബിൻ ഉമൈറിന്റെ അരികിലെത്തിയാൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് ഉസൈദ് ബിൻ ഹുലൈറിന്റെ മനസ്സിലുണ്ടായിരുന്നു. സഅദ് ബിൻ ഉബാദയും അവിടെ എത്തി. അദ്ദേഹവും ദേഷ്യപ്പെട്ടു, സംസാരിക്കുന്നു. മുസ്അബ് എന്നവരും ഇവിടെ ഉണ്ടായിരുന്ന അസ്അദ് ബിൻ സുറാറയും പറയുന്നു, ഇവിടെ ഇരിക്കൂ, ഒന്ന് സംസാരിക്കാം, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ, പറ്റുമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം എന്ന് അവർ സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ ഓതി കൊടുത്തു, ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു, മുത്തുനബിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചു കൊടുത്തു. സഅദ് ബിൻ ഉബാദയും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ടുപേരും ആ ഗോത്രത്തിന്റെ നേതാക്കന്മാർ അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സഅദ് ബിൻ ഉബാദ തന്റെ ഗോത്രത്തെ ആസകലം വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, ഞാൻ ആരാണ്? എന്നെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അന്ത സയ്യിദുനാ വഅഫ്ളലുനാ റഅയ വഅയ്മനുനാ നഫ്സാ, നിങ്ങൾ ഞങ്ങളിൽ ഏറ്റവും മുന്തിയ ആളല്ലേ, നല്ല അഭിപ്രായക്കാരനല്ലേ, കാര്യം തീരുമാനിക്കാൻ അർഹതയുള്ളയാളല്ലേ, നല്ല ബർക്കത്തുള്ളയാളാണ്, നിങ്ങളാണ് ഏറ്റവും മുന്തിയ ഞങ്ങളുടെ യോഗ്യനായ നേതാവ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അവരോട് പറയുന്നത്, ഇനി നിങ്ങളിൽ ഒരാണിനോടും ഒരു പെണ്ണിനോടും ഞാൻ മിണ്ടുകയില്ല, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സ്വീകരിച്ച മതത്തിലേക്ക് അവർ വന്നെങ്കിലേ ഞാൻ അവരോട് സംസാരിക്കുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരം അവരറിയിച്ചുകൊണ്ട് സഅദ് ബിൻ ഉബാദ പറയുമ്പോൾ ആ കുടുംബത്തിലെ ഒരാളൊഴിയാതെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.